ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. അപ്പൊ അവർക്കെല്ലാം പഠിച്ചു കഴിയാവുന്നിടത്തോളം ആളുകളെ സഹായിക്കുവാനായിട്ട് ഗവൺമെന്റിൽ കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വാങ്ങി ആ സംഘങ്ങൾക്ക് കൊടുക്കുവാനും അവർ ഉത്പാദിപ്പിച്ചിറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുവാനും തയ്യാറായി. എത്ര കോടി രൂപയാണ് നമ്മുടെ സംഘങ്ങൾ കൊടുക്കാറുള്ളത്? പകലത്തിയോളം പണിയെടുക്കുന്ന ചെറുകിട ഉത്പാദകന് ഒരു മാർഗവും ഓർഡറുകളോ ചോദിച്ചാൽ നിരുത്തരവാദപരമായി മാറി കപ്പാസിറ്റി അനുസരിച്ച് ഓർഡർ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ഒരു കപ്പാസിറ്റിയിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുന്നു. ഓർഡറിൽ ആവശ്യമായ ഓർഡറുകൾ എവിടെ കിട്ടുന്നതെല്ലാം വാങ്ങിക്കുവാനും ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിക്കുവാനും വിദേശ മാർക്കറ്റുകളിൽ വിറ്റഴിക്കുവാനും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഭരണസമിതി. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് അനുസരിച്ച് കയർ ഫെഡ് നൽകുക, ഓരോ സംഘത്തിന്റെയും ഉൽപാദനക്ഷമത അനുസരിച്ച് കയർ കോർപ്പറേഷൻ ഓർഡർ ചെയ്യുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേർന്നത്. MP പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. KR രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. D സനൽകുമാർ, M അനിൽകുമാർ, TS ബാഹുലയൻ, KV സതീശൻ, KP ആഘോഷ് കുമാർ, PP ബിനു, MG സാബു, NV തമ്പി, KK പ്രഭു എന്നിവർ പ്രസംഗിച്ചു. ഈ ആധുനികവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത സമീപനങ്ങളെ ഈ മേഖലയിലുള്ള തൊഴിലാളി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, മറ്റെല്ലാ സംഘടനകളും നമ്മളും ഏറെക്കുറെ അംഗീകരിച്ചതാണ്. എന്നാൽ കൈത്തറി ഉൽപ്പന്ന മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്ന് അന്ന് മുതൽ തന്നെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇന്ന് ഭരണത്തിലുള്ള ഗവൺമെന്റ് തന്നെ ആധുനികവൽക്കരണം നടത്തുന്നതിനോടൊപ്പം കേരളത്തിന്റെ പരമ്പരാഗതമായ കയർ വ്യവസായത്തിന്റെ കൈത്തറി മേഖലയെ സംരക്ഷിക്കും, അതേ കൂടെ സംരക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോവുക എന്നാണ് പ്രഖ്യാപിച്ചത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഓരോ കമ്മിറ്റികളും കയർ വ്യവസായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വിദഗ്ധ കമ്മിറ്റി നിർദ്ദേശം, വിദഗ്ധ കമ്മിറ്റി അനവധി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം വന്നെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും പഴയ കാലത്ത്